പിന്നെ ഞങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വോട്ട് ചെയ്യാതിരിക്കാനുള്ള എന്ത് കാര്യമുണ്ട്? പത്രക്കാർ പറ, എന്ത് കാര്യമാണുള്ളത്? സാധാരണഗതിയിൽ മിക്കവാറും ഒരു ഗവൺമെന്റ് എന്ന് പറയുമ്പോൾ അഴിമതി ആരോപണമാണ് ഉന്നയിക്കപ്പെടുന്നത്. അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ലല്ലോ. ഞങ്ങൾ വളരെ സത്യസന്ധമായിട്ടും ആത്മാർത്ഥമായിട്ടും വളരെ സ്ട്രോങ് നിലപാടെടുത്തും ഞങ്ങളുടെ മുഖ്യമന്ത്രിയുടെ കടുത്ത നിലപാടിന്റെ അടിസ്ഥാനത്തിൽ ഓരോ വികസന കാര്യങ്ങൾ നടക്കില്ല. ഏറ്റവും ഒടുവിൽ എന്താ ഇന്നലെ കോഴിക്കോട് നടന്ന അവയവ മാറ്റിവയ്ക്കൽ, അത് ഇന്ത്യക്ക് തന്നെ മാതൃകയല്ലേ? ഇപ്പോ ഇന്നലെ മെനഞ്ഞാന്ന് ഞങ്ങൾ കോട്ടകൽ സ്കൂളിൽ കേരളത്തിലെ 43 ലക്ഷം കുട്ടികൾക്കും ഹെൽത്ത് കാർഡ് പരിശോധന ഇതുവരെ നടന്നിട്ടുണ്ടോ? അതങ്ങനെ അടുത്ത ആഴ്ച 47 ലക്ഷം വിദ്യാർത്ഥികൾക്ക് ഇൻഷുറൻസ് കാർഡ് അപേക്ഷ കൊടുക്കുകയാണ്. എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഈ ഇന്ത്യ രാജ്യത്ത് വേറെ ഏതെങ്കിലും സംസ്ഥാനം നടന്നിട്ടുണ്ടോ? പിന്നെ എന്തിനു ഞങ്ങളെ മാറ്റുന്നത്? യഥാർത്ഥത്തിൽ UDF കൂടെ സഹകരിച്ച് അങ്ങ് മുന്നോട്ട് ഒരു പ്രാവശ്യം കൂടെ അല്ല, ഈ വികസന പ്രവർത്തനങ്ങളിലെ തുടർച്ചയ്ക്ക് വേണ്ടി ഞങ്ങൾ തന്നെ വരട്ടെ എന്നുള്ള നിലപാടെടുക്കേണ്ട എണ്ണല്ല കിടന്ന് അത്യാഗ്രഹം കൂട്ടിട്ട് ഒരു കാര്യമില്ല. അല്ല, അത് ജനാധിപത്യത്തിൽ പറയാൻ വേണ്ടി പറ്റില്ലല്ലോ. UDF അല്ല, അവര് സഹകരണം എന്ന് പറയുമ്പോൾ ഞങ്ങൾ വേറെ ഒന്നും അവർക്ക് പറയാനില്ലല്ലോ. UDF മത്സരിച്ചിട്ടുണ്ട് സഹകരിച്ച്. എവിടെ? നേമത്ത് 2 പ്രാവശ്യം. ഒരു ദേശീയ പാർട്ടി കിട്ടിയത് 12,000 വോട്ട്. ഉറപ്പല്ലേ? അങ്ങ് തന്നെ എന്നുള്ളതല്ല, നേമത്ത് LDF ജയിക്കും ഉറപ്പായിട്ട്.